ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളി ട്രാവൽ വ്ളോഗറായ ജന്ന ഷംസീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ജോർദാനിലെ പെട്രയിലേക്ക് സോളോ ട്രിപ്പ് നടത്തി. അവിടെ വെച്ച് ഇവർക്ക് ഉണ്ടായ ഒരു ദുരനുഭവം ഇവര് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 5 ദിവസം കൊണ്ട് 7 ലക്ഷത്തിൽ പുറത്ത് ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർക്ക് ഒരു കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ കഴുതയെ ഓടിക്കുന്നവനും ഇവരുടെ കൂട്ടിരുന്നാണ് യാത്ര ചെയ്യുന്നത്. ഇവൻ ഈ കഴുതയുടെ പുറത്തിരുന്നിട്ട് വേറെ കുറെ കലാപരിപാടികൾ കാട്ടിക്കൂട്ടി. അതാണ് ഈ വീഡിയോയിൽ നടക്കുന്ന സംഭവം. ഇതാണ് ഈ ഒരു അപ്ലോഡ് ചെയ്തേക്കുന്നത്. ആ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഗൈഡ് എന്ന് പറഞ്ഞ ആ കഴുതയുടെ പുറത്ത് ഇവരുടെ കൂടി ഇരിക്കുന്നവൻ ലോക ഫ്രോഡാണ്. എന്നിട്ടും ഇവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം കമന്റ് ബോക്സിൽ ഇവർക്ക് എതിരെയാണ് മൊത്തം കമന്റ്സും വരുന്നത്. ആദ്യം കിടക്കുന്ന ഏതാണ്ട് ഒരു 90% കമന്റ്സും ഇവർക്ക് എഗനിസ്റ്റ് ആണ്. ഷംജിത 2.0 അല്ലയോ നീ, കണ്ട വേറൊരു ഷംജിത ഉടലെടുത്തു, അരുണിമയുടെ അമ്മായി ബാക്ക് പാക്കർ അരുണിമയാണോ വഴികാട്ടി, ഈ രീതിയിലുള്ള കമന്റ് ഒക്കെ വരുന്നുണ്ട്. ഈ അരുണിമയുടെ പേരിനകത്ത് എന്ത് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരുണിമയാണ് ഇതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു സോളോ ട്രാവൽ നടത്തുന്ന ഒരു സ്ത്രീ. അവര് കുറെ കാലങ്ങളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചാനൽ ഡൗൺ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സെക്ഷൽ അബ്യൂസ് ആയിട്ട് പുള്ളിക്കാരത്തി വരും, ചാനൽ റീച്ച് ആവും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലായി ഇത് നമ്മൾ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണോ. അങ്ങനെ അരുണിമ അവസാനം ഇടുന്ന വീഡിയോകൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഹേറ്റ് വരാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ വരുന്നത്. അരുണിമയാണോ നിന്റെ വഴികാട്ടി, അടുത്ത അരുണിമ, അടുത്ത ഷംജിത. ഈ ഷംജിതയുടെ ഒക്കെ പേര് ഇവിടെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കടയാടി മോള് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തെന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ള പെണ്ണുങ്ങളെ മൊത്തം ആ ഒരു പേര് പറഞ്ഞ് മുദ്ര കുത്താൻ പറ്റുമോ? അവർക്കുണ്ടായ ദുരനുഭവം, അതും ട്രാവൽ ചെയ്യുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ദുരനുഭവം അവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവരെ എന്തിനാ ഷംജിതയായിട്ട് കണക്ട് ചെയ്യാൻ നിൽക്കുന്നത്? അതാ ഞാൻ പറയുന്നത്. ഒരാള് ഒരു തെമ്മാടിത്തരം കാണിച്ചെന്ന് പറഞ്ഞ് എല്ലാവരെയും അങ്ങനെ മുദ്ര കുത്താൻ പാടില്ല. അങ്ങനെ മുദ്ര കുത്തുവാണെങ്കിൽ ഈ ശ്രീലക്ഷ്മി അറക്കലും മറ്റേ ഐശ്വര്യ രാധാലക്ഷ്മി എന്ന് പറയുന്ന മൂക്കയറിട്ടവളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഗണത്തിൽ പെടുത്തേണ്ടി വരും നമ്മളെയൊക്കെ. ഇവിടെയൊക്കെ തന്തയും ഭർത്താവും ഒക്കെ ഇമാതിരി തെമ്മാടികളാണെന്ന് വിചാരിച്ചിട്ട് ലോകത്തുള്ള എല്ലാ ആണുങ്ങളും ആ ഒരു ടീംസ് ആണെന്ന് കരുതുന്നവരാണ് ഇവര്. അവരെ പോലെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവരെ ഏതൊക്കെ തരത്തിൽ ഈ ഒരു വീഡിയോയിൽ വിമർശിക്കാം ആ ഒരു തരത്തിൽ മൊത്തം രീതിയിൽ വിമർശിച്ചു വെക്കുന്നുണ്ട്. വീഡിയോയുടെ തംബ്നെയിൽ ഇട്ടു, പ്രീകട്ട് ഇട്ടു. അതിനെയൊക്കെ കാണി നോട്ടീസ് ചെയ്യേണ്ട വേറെ കുറെ ഐറ്റംസ് ഉണ്ട് ഈ ആ ഒരു വീഡിയോക്കകത്ത്. അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് പകരം ഇവര് തംബ്നെയിൽ ഇട്ടതിനെയൊക്കെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവർക്കുണ്ടായ ദുരനുഭവം അത് ക്ലിയർ ആണ്. അവരുടെ മാനസികാവസ്ഥ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവരെ വിമർശിക്കുകയാണ്, പച്ചയ്ക്ക് വിമർശിക്കുകയാണ്. നീ ആ മറ്റവന്റെ സാമാനത്തിന് മേളിൽ കയറിയിരിക്കാൻ പോയിട്ട് അല്ലിയോടി, പിന്നെ നീ എന്തിനാടി ഇങ്ങനെയാണെന്ന് മോങ്ങുന്നേ, ഈ രീതിയിലൊക്കെയാണ് കമന്റ് ബോക്സിൽ ഈ പറയുന്നവന്റെ ഒക്കെ. വീട്ടിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ വരുമ്പോൾ നീയൊക്കെ പറയുമോ? സീരിയസ്ലി ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് പൊട്ടി. സത്യം പറയാമല്ലോ, എനിക്ക് നല്ല ചൊറിഞ്ഞു വന്നു. എന്റെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവനെ അവിടെ ജോർദാനിൽ പോയി അടിച്ചേനെ. അങ്ങനെ ഈ കമന്റ് ബോക്സിൽ ഈ വിമർശനം അല്ലെങ്കിൽ ഈ പച്ചയ്ക്ക് അപരാധം കേട്ടിട്ട് ഇവർ എഗെയിൻ ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും എക്സ്പ്ലനേഷൻ വീഡിയോ ഇടേണ്ടി വന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം പിന്നെയും ഇവരൊരു വീഡിയോ ആയിട്ട് വന്നു. ഇതൊക്കെയാണ് സംഭവിച്ചത്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഞാൻ കേസ് കൊടുക്കാൻ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പിന്നെയും അവർക്ക് എക്സ്പ്ലനേഷൻ വീഡിയോ ഇടേണ്ടി വരുന്ന അവസ്ഥ വരുവാണ്. കാര്യം ഇത്രയും കാര്യങ്ങൾ അവര് പബ്ലിക്കിലോട്ട് കാണിച്ചു കൊടുത്തിട്ടും അവർക്ക് വേണ്ടത്ര സപ്പോർട്ടോ ഒരു ഇതോ കിട്ടുന്നില്ല. അവർക്ക് ആദ്യം ഉണ്ടായ ട്രോമയുടെ മുകളിൽ പിന്നെയും ട്രോമ ഉണ്ടാക്കി കൊടുക്കുകയാണ് കമന്റ് ബോക്സും ഈ കാണുന്ന ആളുകൾ. ഈ ജന്നയെ വിമർശിക്കുന്ന ആളുകൾ ആ വീഡിയോയിൽ നിങ്ങൾ കാണാതെ പോയ കുറെ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ എണ്ണി പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണും. എന്നിട്ട് നിങ്ങൾ പറയണം ഈ ജന്നയുടെ ഭാഗത്താണോ അതോ ആ ഗൈഡ് എന്ന് പറയുന്നവന്റെ ഭാഗത്താണോ ശരിയെന്ന്. ഈ ഒരു സംഭവം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ജന്ന ഷസ്മീൻ, ഒരു ട്രാവൽ വ്ളോഗറാണ്. ഏതാണ്ട് ഒരു 40K സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുണ്ട്. അധികം റീച്ച് ഒന്നും ഇവരുടെ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നില്ല ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ഇടുന്നത് വരെ. അതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ നോക്കുവാണെങ്കിൽ 1000, 2000, 5000 ആ തരത്തിലൊക്കെയുള്ള റീച്ച് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും യൂട്യൂബിന് അറിയാം ഏത് സാധനം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ ഇരുന്ന് കാണും. നല്ല രീതിയിൽ യൂട്യൂബ് തന്നെ റെക്കമെൻഡേഷൻ കൊടുക്കും. അങ്ങനെ റെക്കമെൻഡേഷൻ കൊടുത്തു. ഈ പറയുന്ന പോലെ ആ വീഡിയോ നല്ല രീതിയിൽ റീച്ചായി. ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു. ഇവരൊറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അതുവരെ വരെ കുറ്റമായിട്ട് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. നീ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യില്ല, നീ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണമെന്നാണ് നിനക്ക് ഇതൊക്കെ വന്നെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെ ഇവരൊക്കെയാണ് അറിയാം വിളിച്ച് പറയുന്നത്. അങ്ങനെ ഇവർ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ഈ ജോർദാനിലെ പെട്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയാണ്. ഈ പെട്ര എന്ന് പറയുന്ന സ്ഥലത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കാണുന്ന പ്ലേസ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഒരു പിങ്ക് കളറാണ് അവിടുത്തെ സോയിലിന്റെ ഒക്കെ കളർ. ഇതാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അൽദയർന്നോ ഇദ്ദയർന്നോ അഡ്ഡയർന്നൊക്കെ പറയും ഈ ഒരു സ്ഥലത്തിന്. ഈ ഒരു മലയ്ക്കകത്താണ് അത് കൊത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മെയിൻ ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് ഇവർക്ക് എത്തണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട് ആ മെയിൻ എൻട്രിയിൽ നിന്ന് ഈ പറയുന്ന അൽദയറിലോട്ട്. ഇവർക്ക് അവിടെ ചെറിയ ഇലക്ട്രിക് കാർ ഉണ്ട്, അതിനകത്ത് കയറി പോകാൻ പറ്റും, അല്ലെങ്കിൽ നടന്നും പോകാൻ പറ്റും. ഇവർ ഇലക്ട്രിക് കാർ ചൂസ് ചെയ്തില്ല, നടന്നാണ് പോകുന്നത്. നടന്നു പോകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വ്ളോഗ് ചെയ്യാണ്. അപ്പൊ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നടന്നത് പകർത്തിക്കൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഈ ഇലക്ട്രിക് കാറിനകത്ത് പോകണമെങ്കിൽ എത്ര 15, 20, 25 ജോർദാൻ കറൻസി എന്ന് കൊടുക്കണം. 25 കറൻസി 10,3500 രൂപ അടുത്ത് വരും തോന്നുന്നു. ഇവരാദ്യം തൊട്ടേ ഇവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് പൈസ ഇല്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ക്യാഷ് ലാഭിക്കാനും ഈ വീഡിയോസ് ഒക്കെ പകർത്താൻ വേണ്ടിയിട്ട് ഇവർ നടന്നാണ് പോകുന്നത്. ഇവർ ഈ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് അതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ചർച്ചയായിട്ടുണ്ട്.
നീ ക്യാഷ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പോയതിന്റെ പേരിലല്ലേ നിനക്ക് ഈ ഒരു അവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ വിമർശിക്കുന്നുണ്ട്. സത്യത്തിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്ന സമയത്ത് അവർ അവരുടെ അക്കൗണ്ട് ബാലൻസ് അടക്കം എടുത്തു വെച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ക്യാഷ് ഇല്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരു റീസൺ, ഏത് രാജ്യത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോട്ട് വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ഈ ടൂറിസ്റ്റുകളെ കാണുമ്പോഴത്തേക്ക് ചൂഷണം ചെയ്യുന്ന കുറെ നാടുകളുണ്ട്. അതിന് എല്ലായിടത്തും ഉണ്ട്. ഈ പെട്രായ അല്ലെങ്കിൽ ജോർദനെ പറ്റിയൊക്കെ നമ്മൾ ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള കൺട്രി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എല്ലായിടത്തും എല്ലാവരും അത്ര സേഫ് ഒന്നും അല്ല എന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇവർ ധരിച്ചിരിക്കുന്ന ഒരു ഷൂ ആണ്. അതൊരു ലോങ് വാക്കിന് പറ്റിയ ഷൂ ഒന്നുമല്ല. ഒരു കുറച്ച് നടക്കുമ്പോൾ തന്നെ ഇവരുടെ കാല് നല്ല രീതിയിൽ വേദനിക്കുന്നു എന്ന് ആ വ്ലോഗിന്റെ തുടക്കം തന്നെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഈ മെയിൻ അട്രാക്ഷൻ പോയിന്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ കാണിച്ച ഈ അൽദെയറിൽ ഇവരെത്തും. ഈ അൽദെയറിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടാണ് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ ഗുഹകളും ടോംസും അതുപോലെ തന്നെ ഈ 10,000 പേര് ഇരിക്കാൻ പാകത്തിനുള്ള അന്ന് പണ്ട് ഏൻഷ്യന്റ് ആളുകൾ ഉണ്ടാക്കിയിരുന്ന ഒരു സ്റ്റേഡിയം പോലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവരൊരു ഗൈഡിന്റെ സഹായം തേടിയിട്ട് ഈ ഗൈഡിനെ കൂട്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വഴിയൊക്കെ പറഞ്ഞു തന്ന് അവരുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ, അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഒരു പയ്യൻ ഒരു ചെറുക്കനെയും കൂട്ടിക്കൊണ്ടാണ് ഇവർ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ആ സ്ഥലത്തെത്തും, അവിടെ എല്ലാം നടന്ന് കാണും. അത് കഴിയുമ്പോഴത്തേക്ക് ഇവര് എക്സോസ്റ്റ് ആവും. ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂ ഇവർക്ക് നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട്, കാല് വേദനിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഇവർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്, തിരിച്ചു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഈ അൽദെയറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ വണ്ടി കിട്ടത്തുള്ളൂ അങ്ങോട്ട്. ഇവർ നിലവിൽ എത്തിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ കഴുത മാത്രമേ ഉള്ളൂ, മ്യൂള് മാത്രമേ ഉള്ളൂ. ആ കഴുതപ്പുറത്ത് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ കഴുതപ്പുറത്ത് ആദ്യം ഇവർ കയറിയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്ക് ഇവരുടെ കൂടെ ഇവനും കയറിയിരിക്കും. അങ്ങനെ ഇവൻ പുറകെ ഇരുന്ന് കുറെ കലാപരിപാടികൾ കാട്ടും. മറ്റേ സാഗർ ഇലിയാസ് ജാക്കി പരിപാടിയാണ് കാണിക്കുന്നത്. അത് ഇവർ കൃത്യമായിട്ട് വീഡിയോയിൽ പകർത്തി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും വൈറലായത്. നമുക്ക് ആ ഭാഗം ഒന്ന് കാണാം. This is my nickname. Okay, what's your real name? Real name Abdullah. Abdullah. നല്ല പേരും വെച്ചിട്ട് അങ്ങനെ വയറില ചെയ്ത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം. അതിൻ്റെ മോൻ വേറെ വഴിയില്ല എനിക്ക്. പക്ഷേ ഈ ഒരു അവസ്ഥ ആർക്കും കൊടുക്കരുത്. നാട്ടിൽ വല്ലവരിക്കണമെങ്കിൽ ഞാൻ ചെട്ട് പൊളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ ഇതാണ് ആ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ബാക്കിൽ ഇരുന്ന് ഇവർ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന്. എല്ലാം സാധിച്ച ആ പെണ്ണ് അവിടെ ഇരിക്കുന്നു, കഴുതപ്പുറത്തിരിക്കുന്നു, പ്രത്യേകിച്ച് പ്രതികരിക്കാൻ നിൽക്കുന്നില്ല, കഴുതയുടെ പുറത്ത് ഇറങ്ങാൻ ശ്രമിക്കുന്നില്ല, അവനെ തടയുന്നില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യം എനിക്കും തോന്നി ഇവൾ എന്താണ് പ്രതികരിക്കാതിരിക്കുന്നത്, ഇവർക്ക് പ്രതികരിച്ചുകൂടായിരുന്നോ? കമന്റ് ബോക്സിലും സെയിം കൈൻഡ് ഓഫ് വിമർശനങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. ആ ഒരു സിനാരി ഒന്നും കൂടെ നിങ്ങൾ ചിന്തിച്ച് നോക്കി നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അല്ലെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടെ എടുത്ത് വെച്ച് കാണും. ആ സ്ഥലം അവനും ഈ ജന്നയും മാത്രമേ ഉള്ളൂ, പിന്നെ കഴുതയും മാത്രമേ ഉള്ളൂ, അവിടെ വേറൊരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. ഈ പെണ്ണ് ഇനി അത് പ്രതികരിച്ചിട്ട് അവൻ ഈ പെണ്ണിനെ എന്തെങ്കിലും അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ തല്ലിക്കൊന്ന് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. അതുപോലത്തെ ഒരു ഏരിയ ആണത്. അവൻ അവിടുത്തെ ലോക്കലാണ്. ഇമാതിരി തോന്നി ദിവസം ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് കാണിക്കാമെങ്കിൽ അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടാം. അതുകൊണ്ടാണ് അവരുടെ മാനത്തെക്കാൾ വില ജീവന് കൊടുത്ത് അവർ കടിച്ചു പിടിച്ച് അവിടെ ഇരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നമ്മുടെ KSRTC ബസ്സിനകത്തൊന്നും അല്ല നടക്കുന്നത്, ജോർദാനിലാണ്. കൂടെ ഒരു മനുഷ്യൻ പോലും സഹായത്തിനില്ല, ഒരാളും അനക്കം പോലും ഉള്ള റീജിയൻ അല്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇത് കഴിഞ്ഞ് എന്താണെങ്കിലും ജന്ന വളരെ സേഫ് ആയിട്ട് തന്നെ ആ ഒരു സിറ്റിയിലെത്തും. അത് കഴിഞ്ഞ് ജന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് വെക്കാം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു രാജ്യത്തെ എല്ലാ മനുഷ്യരും അത്ര നല്ലവരല്ല. നമ്മളിപ്പോൾ ഗൂഗിളിനകത്ത് അടിച്ചു പോകുമ്പോഴത്തേക്ക് സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കാണാൻ പറ്റും. പക്ഷെ ആ രാജ്യത്തെ എല്ലാ ആളുകളും നല്ല മനുഷ്യരാണെന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. എല്ലാ രാജ്യത്തും ഉണ്ട് ഇതുപോലുള്ള നാറികൾ. ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം. ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന വഴി ഒരിക്കലും ആരും തിരഞ്ഞെടുക്കരുത്. കാരണം
ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കേണ്ടി വരും, എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്താ സംഭവിച്ചെന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ചില സമയങ്ങളുണ്ടല്ലോ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എൻ്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എനിക്ക് അന്നേരം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഈ സ്ഥലത്ത് എത്തിയാൽ മതി എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ വന്നത്. ഐ എം നോട്ട് ഗുഡ്. Are you good? നോട്ട് ഗുഡ്. Why? No. What's happened? സോ ഗൈസ്, ഞാൻ ഇവിടെ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തിയതല്ല, വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ വാദി മൂസ എന്നുള്ളൊരു സ്ഥലത്താണുള്ളത്. ഞാൻ രാവിലെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൺട്രി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ഭാഷകളായിരുന്നു, എന്നിരുന്നാലും സേഫായിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൺട്രിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയാൽ തന്നെ നമ്മളത് കാണാതെ വിടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ഞാൻ എൻ്റെ മാനത്തിനേക്കാളും എൻ്റെ ജീവനാണ് വാല്യൂ കൊടുത്തത്. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാനത്തിനേക്കാളും വലുത് ജീവൻ തന്നെയാണ്. എനിക്ക് അന്നേരം അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താന്നുള്ളത്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ ജെന്യൂനായിട്ടാണ് ഫീൽ ചെയ്തത്. ഇവരിതൊരു ആക്ട് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് കമന്റ് സെക്ഷൻ വായിച്ച സമയത്ത് ഞാൻ ട്രോമറ്റൈസ്ഡ് ആയി. അത്രയ്ക്കും ഹേറ്റാണ് കമന്റ് സെക്ഷനിൽ. 1-2 കമന്റ് ചെയ്യാൻ വായിക്കാം. ഇത് അഭിനയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 395 ലൈക്ക്. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കാണാം ഒരു ഇരയെ തേടിയുള്ള തിരച്ചിൽ. അങ്ങനെ ഒരു തിരച്ചിൽ തിരയുന്നതായിട്ട് ഞാൻ ആ വീഡിയോയിൽ എവിടെ ഞാൻ കണ്ടിട്ടില്ല. അയ്യോ പാവം, റീച്ച് കുറെ കിട്ടാൻ വേണ്ടി പുതിയ ശിംജിതമാർ ഉടലെടുക്കുവാണല്ലോ. ഹോ ഭയങ്കരം തന്നെ, അടുത്ത ശിംജിത ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഒരുത്തി ചെയ്തതിന് എല്ലാ സ്ത്രീകളെയും ഇങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ അവൻ വൃത്തികേട് കാണിച്ചാൽ അപ്പോൾ തന്നെ ആ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങണം. ഈ പറയുന്ന ആളെ സ്ഥലം കണ്ടായിരുന്നു. ഉള്ളി കൂടി കരുതണമായിരുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വരാൻ. ഉദ്ദേശിച്ചതുപോലെ ലൈക്കും ഷെയറും കൂടിയിട്ടുണ്ട്. വല്ലവന്റെയും കൂടെ കയറി ഇരുന്നിട്ട് മോങ്ങുന്നു. മര്യാദയ്ക്ക് കുതിരയുടെ കൂടെ നടന്ന അവനെ വിളിച്ച് കയറ്റിയിട്ട് വെറുതെ റീച്ചിന് വേണ്ടി നാടകം കളിക്കുന്നു. എന്തിനാടി അവന്റെ സാമാനത്തിന്മേൽ കയറിയിരിക്കാൻ പോയത്? ഇങ്ങനെയൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് ഇതിന്റെ അടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരു എമ്പതിയോ സിമ്പതിയോ ഇല്ലാത്ത ഒരു കമന്റ് ബോക്സ് ഈ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ട്. ഇനി ഈ കമന്റ് ഇട്ടവന്മാര് കാണാതെ പോയ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കാണാതെ പോയ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന്, ജെന്ന ഇവന്റെ അടുത്ത് അവന്റെ പേര് ചോദിക്കുന്നുണ്ട്. പേര് ചോദിക്കുന്ന സമയത്ത് ഇവൻ അവന്റെ പേര് എന്താണെന്ന് പറയുന്ന ഒരു മറുപടി ഉണ്ട്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. Yeehaw! What's your name? Jana. Dana. Nice Your to name? meet you. Wi-Fi. Uzi Connect. Wi-Fi? Wi-Fi. Uzi Connect. This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. നല്ല പേരും വെച്ചിട്ട്. അവന്റെ പേര് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന അവന്റെ നിക്നെയിം എന്താണ്? വൈഫൈ പുഷി കണക്ട്. പുഷി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ പേരിനകത്ത് തന്നെ ഉണ്ട് അവൻ ആരാണെന്ന്, അവൻ ഈ തരക്കാരനാണെന്ന്. ജനയ്ക്ക് കാര്യം മനസ്സിലായില്ലെന്ന് തോന്നുന്ന സമയത്ത് ഈ തെമ്മാടിയാണോ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ? ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട. ഇവൻ ഈ മാതിരി തൊട്ടിത്തരം കാണിച്ചിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഈ പെണ്ണിന് അവക്കുണ്ടായ ദുരനുഭവം ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി വീണ്ടും വീഡിയോ ഇടേണ്ടി വന്നു. ഗതികേട്. രണ്ടാമത്തത്, ഇവന്റെ കൈ പോകുന്ന ഒരു പോക്കുണ്ട്. ഇതോടെ നിങ്ങളൊന്ന് കാണും. ആ കൈ ഇരിക്കുന്നത് കണ്ടോ? കണ്ണു തുറന്ന് കാണും. അവൻ അതിൻ്റെ ഇടയിൽ കൂടെ എവിടേക്കോ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോ കാണിച്ചു തരാം. നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ റൈഡ് തുടങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനയുടെ തലയിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഇരിപ്പുണ്ട്. നല്ല സുഖമാണ്. കാഴ്ചയൊക്കെ കണ്ടു പോവാനേ ഭയങ്കര രസമല്ലേ കാണാൻ. ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും അല്ലേ.
കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണിക്കുന്ന ഷോട്ട് ഇതാണ്. ജന്നയുടെ പുറകിൽ ഇവൻ ഇരിക്കുന്നു. പുറകിൽ ഇരിക്കുന്ന സമയത്ത് ജന്നയുടെ കൂളിംഗ് ഗ്ലാസ് ഇവന്റെ കണ്ണിലാണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ജന്നയുടെ ഗ്ലാസ് ഇവന്റെ കണ്ണിൽ എങ്ങനെ വന്നു? ജന്ന ഇപ്പൊ പുതിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ് ഇവൻ സ്വയം ഇവിടുന്ന് വലിച്ചു പറിച്ചെടുത്തിട്ടാണ് ഇവൻ ആ കണ്ണി വെച്ചേക്കുന്നത്, അല്ലാതെ ജന്ന കൊടുത്തിട്ടുള്ളതല്ല. ആ കൂളിംഗ് ഗ്ലാസിന് എന്തോ ഇന്ത്യൻ മണി 43,000 റുപ്പീസ് ഉണ്ട്. ക്യാഷ് ഇല്ല എന്ന് 24/7 ഈ വീഡിയോക്കകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പെണ്ണ് അത്രയും വരെയുള്ള ഒരു ഗ്ലാസ് ഒരു പരിചയമില്ലാത്ത ഒരു ഗൈഡിന് കണ്ണിൽ വെക്കാൻ കൊടുക്കുമോ എന്നുള്ള കാര്യം ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഗ്ലാസ് പോയെന്നാണ് തോന്നുന്നത്, തിരിച്ചിട്ടിട്ടില്ല. സോ അവൻ അത് എടുത്തതാണ്, അത് ക്ലിയർ ആണ്. അത് എന്തുകൊണ്ട് വീഡിയോക്കകത്ത് വന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും മറുപടി പറയുന്നുണ്ട്. ഇപ്പൊ കേറിയ ഭാഗം അവന് കേറുന്ന കഴുതയുടെ മുകളിലോട്ട് കേറുന്ന ഭാഗം വീഡിയോക്കകത്ത് വന്നില്ലെന്നുള്ളതിന് അതിന് മറുപടി പറയുന്നത് പറഞ്ഞാൽ ഇവർ യൂസ് ചെയ്യുന്നത് മറ്റേ DJയുടെ ആക്ഷൻ ക്യാമറയാണ്. DJയുടെ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്നത് എന്റെ ഓർമ്മ ഇരിപ്പുണ്ട്. നല്ല രീതിയിൽ സ്പേസ് കൺസ്യൂം ചെയ്യുന്നതാണ്. 4K നമ്മുടെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്പേസ് അതിനകത്ത് കൺസ്യൂം ചെയ്യും. ഇവർ ജസ്റ്റ് ഓൺ ആക്കും, ഇവർക്ക് പറയാനുള്ള പറയും, ഓഫ് ആക്കും. ഈ ഒരു രീതിയിലാണ്. മാത്രമല്ല കഴുതപ്പുറത്തിരിക്കുന്ന സമയത്ത് രണ്ട് കൈയും അതിന്റെ മേളിൽ പിടിച്ചു വെച്ചേക്കാണ്. അവർ കഷ്ടപ്പെട്ടാണ് ആ വീഡിയോ തന്നെ എടുക്കുന്നത്. അവർക്ക് പലപ്പോഴും വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല. അന്നേരം ഇത് ഓഫ് ആക്കിയിരിക്കുന്ന സമയത്താണ് ഇവൻ കയറിയിരിക്കുന്നത്. അല്ലാതെ അവർ കട്ട് ചെയ്തോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തോ കളഞ്ഞതല്ല അവൻ കയറുന്ന ഭാഗം. അവർക്ക് കിട്ടിയിട്ടില്ല, അവർ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സാധനങ്ങളൊന്നും അവർക്ക് കിട്ടാതെ പോകുന്നത്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഈ ആ റൈഡ് മൊത്തം ഷൂട്ട് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വീഡിയോ കിട്ടിയാൽ ഇവർക്ക് ഇത്രയും കേൾക്കേണ്ടി വരില്ലായിരുന്നു. സോ എന്റെ അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂറിസ്റ്റിന്റെ അടുത്ത് അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ തലയിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഏതെങ്കിലും ഗൈഡ് എടുക്കൂ? അങ്ങനെ ഒരു ബിഹേവിയർ അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവൂ? അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. അതും ആ കഴുതയുടെ പുറത്തിരിക്കുന്ന സമയത്ത് അവർക്ക് എന്താണെങ്കിലും ഈ സാധനം എടുത്ത് അവന് കൊടുക്കാൻ പറ്റും, എന്നാ നീ വെച്ചോന്നും പറഞ്ഞിട്ട്, അതും ഈ ഒരു അവസ്ഥയിൽ. അന്നേരം പർപ്പസ്ഫുള്ളി ഇവൻ അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുന്നതാണ് അവിടെ. അപ്പം ഇതെല്ലാം ഭയങ്കര നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്റെ ഈ വീടിന്റെ മുന്നിലുള്ള കുറച്ച് ഭാഗം കൂടെ ഞാൻ നോക്കിയ സമയത്ത് അതിനകത്തും കുറെ ഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങളും ശ്രദ്ധിച്ചു നോക്കും. ഐ കാണ്ട് ഗൈസ്, ഈ ഒരു ഹാളിനകത്തൂടെ അവൻ എന്നെ കയറാൻ പറയാണ്. ഐ കാണ്ട് ഏബിൾ ടു ഗെറ്റ് ഇൻസൈഡ്. Or come from up. ഞാൻ അകത്ത് കയറി. ഇവിടെ നിന്നിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നേ. ആ ഹോളിനകത്തൂടെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അകത്തോട്ട് കയറാൻ വേറെ വഴി ഉണ്ടായിട്ടും ആ ഹോളിനകത്തോട് ഇവൻ എന്തിനകത്തോട്ട് കയറാൻ പറയുന്നു? ആ ചെറിയ ഹോളിനകത്തൂടെ ആ പെണ്ണിന്റെ അകത്തോട്ട് കയറുമ്പോൾ അവന്റെ ഒരു ഹെൽപ്പ് വേണ്ടി വരും. അവൻ ഉദ്ദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അത്രയും ഒരു ഹൈറ്റ് നിൽക്കുന്ന ഹോളിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു സഹായം വേണ്ടി വരുമല്ലോ. അന്നേരം സഹായിക്കുന്ന രീതിയിൽ അവന് വേണമെങ്കിൽ പലതും അവിടെ കാട്ടിക്കൂട്ടാം. ഈ ഒരു വീഡിയോ കൂടെ കാണും. ഇവിടെ എനിക്ക് നാച്ചുറൽ ആയിട്ട് അവന് മേക്കപ്പ് കിട്ടുന്നിട്ടുണ്ട്. എന്റെ കവളുണ്ടോ തൊടുത്തിരിക്കുന്നത്? അവിടുത്തെ പിങ്ക് സാൻഡ് ആണ്. ആ പിങ്ക് സാൻഡ് വെച്ചിട്ട് ഇവിടെ ബ്ലഷ് പോലെ ഇടുന്നുണ്ട്. ആ ഇടുന്നതൊന്നും കാണിക്കുന്നൊന്നുമില്ല, അത് ഷൂട്ട് ചെയ്തിട്ടില്ല. ജന്ന ഇപ്പൊ ഇട്ട എക്സ്പ്ലനേഷൻ വീഡിയോക്കകത്തും പറയുന്നുണ്ട് ഇവൻ തന്നെയാണ് ഇവിടെ ഈ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ അനുവാദം ഇല്ലാതെ അവിടെയുള്ള മണ്ണ് എടുത്തിട്ട് അവരുടെ ഇവിടെ ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്ന ഇവനാ. അങ്ങനത്തെ ഒരു ബിഹേവിയറും ശരിയായിട്ടുള്ള ബിഹേവിയർ ആണോ ഒന്ന് പറ. ഈ ഒരു വ്ളോഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവർക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവനൊരു നല്ല പയ്യനാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ജന്ന അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം തോന്നിയത് കൊണ്ടായിരിക്കണം ആ ഒരു ബ്ലഷ് ഇട്ട് കൊടുത്ത സമയത്ത് അവരെ എതിർക്കാൻ നിൽക്കാഞ്ഞത്. അവരതിനെ ആ ഒരു രീതിയിൽ എടുത്തോളൂ. ഇത് കഴിഞ്ഞിട്ട് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതുകൂടെ ഒന്ന് കാണും. എൻ്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കണമെന്ന് പറയുമ്പോൾ ആ കാണുന്ന താഴെ നില്ലേ കുറെ പേര് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, നിനക്ക് വണ്ടിക്കകത്ത് പൊക്കൂടെ, എന്തിനാണ് ഈ കഴുതപ്പുറത്ത് പോയതെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പിക്ചറിനകത്ത് കാണിച്ചേക്കുന്ന ആ ഒരു താഴ്ച അങ്ങ് പോകണം, ആ മെയിൻ സ്ഥലത്ത് പോകണം. അവിടെ ചെന്നാൽ മാത്രമേ ഈ മറ്റേ ഇലക്ട്രിക് കാറോ അല്ലാതുള്ള കാറുകളൊക്കെ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഒന്നെങ്കിൽ നടന്നു പോകണം, അല്ലെങ്കിൽ ഈ കഴുതപ്പുറത്ത് പോകണം. പിടികിട്ടിയോ? അതുകൊണ്ടാണ് ഇവർക്ക് ഈ കഴുതയുടെ പുറത്ത് കയറേണ്ടി വരുന്നത്. അതും ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഇവൻ കയറ്റിയേക്കുന്നത്. അവിടെ നിന്നാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ എന്നോട് ഷോർട്ട് കട്ട് എന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചിട്ട് വന്നു. ഇപ്പം അവൻ എന്നോട് പറയാ ഇനി ഞാൻ നടന്നു കഴിഞ്ഞാൽ ചത്തുപോകും, അതുകൊണ്ട് മ്യൂളിൽ പോകാൻ പറഞ്ഞു. മ്യൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് അല്ല, കഴുതയാണ്. ഈ ബാക്കി കാണുന്ന സാധനമാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. കുതിരയാണെങ്കിലും പിന്നെ പേടില്ല, കാരണം ഞാൻ മുന്നേ കാശ്മീരൊക്കെ പോയപ്പോഴത്തേക്ക് പോയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് കുതിരേനെ കണക്കിനുണ്ട്. സോ ഇതിനകത്ത് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഷോർട്ട് കട്ട് ഉണ്ട്, തിരിച്ചു പോകാൻ ഷോർട്ട് കട്ട് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഇവരെ വിളിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് അവിടെ വന്നിട്ട് പറയുന്നു തിരിച്ച് കഴുതയ്ക്കകത്ത് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നീ ചത്തുപോകും, കുറെ നടക്കാനുണ്ടെന്നും പറയും. അങ്ങനെ ഇവരെ കള്ളം പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ഇവൻ ഈ കഴുതപ്പുറത്ത് ഇവരെ കയറ്റിക്കൊണ്ട് പോകുന്നത്. ആ കയറ്റിക്കൊണ്ട് പോകുന്നതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള മറ്റേ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. ഈ വീഡിയോ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും ഇവനൊരു ലോക ഫ്രോഡാണ്, ഇവൻ ലോക ഉടായിപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ
ഇവന്റെ സെയിം ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. എനിക്കതേ പറയാം. ഈ വീഡിയോയുടെ 6-7 ദിവസമായി. എന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് ഇവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. കമന്റ് സെക്ഷനിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയില്ല? അതിനുള്ള മറുപടിയും ഈ ലാസ്റ്റ് ഇട്ട എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്ക് അത് ഇവർ പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. എന്റെ അടുത്തോട്ട് എത്താൻ എത്ര സമയം ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഞാനിത് അയച്ചുകൊണ്ടിരിക്കുവാണ്. അവിടെ നിന്ന് ഞാൻ നേരെ എന്റെ ഡ്രൈവറിന്റെ അടുത്ത് എത്തിയ സമയത്ത് പുള്ളിക്കാരൻ ചോദിക്കുവാണ്. അവിടെ വെച്ചിട്ടാണ് എന്റെ വീഡിയോ കട്ടാക്കിയിട്ട് പിന്നെ ഞാൻ റൂമിലെത്തിയ ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ അതിൽ കാണുന്നത്. അപ്പൊ അതിൽ എന്റെ ഡ്രൈവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം നിനക്ക് പറ്റിയാൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം, പോലീസിനെ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് പേർക്ക് കേസ് ഫയൽ ചെയ്യാം. അത് നിന്റെ അടുത്ത് നടന്നിട്ട് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളെ കൺട്രി വന്നിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ. അപ്പം അതിന് ഞാൻ ഉത്തരവാദിയാണ്. അതുകൊണ്ട് എന്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ളത് നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നുള്ളൂ. അപ്പൊ ഞാനാണ് പറഞ്ഞത് എനിക്ക് കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, എനിക്ക് എത്രയും പെട്ടെന്നുണ്ട്. കാരണം എന്റെ അന്നേരത്തെ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഇതൊന്നും പോയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനോ എനിക്ക് ഇതിനൊരു നീതി കിട്ടാനോ എന്റെ ഉദ്ദേശം. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് എത്തണം. അങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എവിടെയും പോകണ്ട, എന്നെ പെട്ടെന്ന് റൂമിലാക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു 1 hour ട്രാവൽ ചെയ്തിട്ട് രാത്രി വാതിരമുള്ള സ്ഥലത്ത് എത്തിയതിനു ശേഷമാണ് ഞാൻ ഈ ബാക്കി ഒരു കരഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം ചെയ്യുന്നത്. കാരണം അവിടെ എത്തിയതിനു ശേഷം ഞാനൊന്ന് ഫ്രീ ആയപ്പോഴാണ് ഞാൻ അത് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ആക്കിയിട്ടുള്ളത്. ഇതും കഴിഞ്ഞതിന് ശേഷം സോ ആദ്യം ഇവർ കേസ് കൊടുക്കാൻ വിസമ്മതിക്കുന്നതിന്റെ വൺ ഓഫ് ദ റീസൺ ഇതാണ്. ഇതിനുശേഷം ഇവരുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറയുന്നുണ്ടായി നീ കേസ് കൊടുത്തിട്ട് വന്നാൽ മതി. അങ്ങനെ ഇവർ കേസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഇവർ എംബസിയെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അത്ര നല്ല രീതിയിലല്ല, അവിടുന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ല കിട്ടുന്നത്. പിന്നീട് ഇവർ ഈ അമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടുത്തെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ള ഒരു അവരുടെ ഭാഗത്തുള്ള റെസ്പോൺസിനെ പറ്റിയും ഇവർ പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് കേൾക്കും. അങ്ങനെയാണ് നെക്സ്റ്റ് ഡേ, അതായത് 3-ാം തീയതി ഫെബ്രുവരി രാവിലെ ഞാൻ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ അഹമ്മദിന്റെ കൂടെ അമ്മനിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവിടെ അവർ കേസ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അതായത് അതിന്റെ അകത്ത് കയറി ചെന്നപ്പോൾ തന്നെ വളരെ പരിശമായിട്ടാണ് അവർ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഒരു തരത്തിലുള്ള ദൈവദാക്ഷിണ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. വേറൊരു കൺട്രിയിൽ നിന്നൊരു ടൂറിസ്റ്റിന് അവർ നമ്മളെ നാട്ടിൽ ചെറിയ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊരു കൺസിഡറേഷൻ ഒന്നും അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അവർ ആട്ടി ഓടിക്കുന്ന ആൾക്കാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അറബ് കൺട്രി അല്ലേ, അല്ലെങ്കിൽ ജോർദാൻ ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും കേസ് ഇങ്ങനെ പോയി പറയുന്നതിന് മുമ്പ് എടുക്കുമെന്നുള്ള രീതിക്ക് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു മറുപടിയാണ് കരഞ്ഞൊക്കെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലും അവരെന്റെ മുഖത്തൊന്നും നോക്കാണ്ട് ഈ സംസാരിച്ച അഹമ്മദ് അറബിയിലാണ് സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ അവർ അവന്റെ അടുത്ത് തിരിച്ച് മറുപടി 2 വാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പോവാം, ഇവിടെ കേസ് എടുക്കത്തില്ല, പെട്രോൾ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം. ഇന്നും ഈ പറഞ്ഞ അമ്മയിൽ പെട്രോളായിട്ട് പോകാനായിട്ട് ഏകദേശം 290 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ നിന്ന് എങ്ങനെയാണ് വന്ന് ഇവിടെ എത്തിയെന്നുള്ള കഥ ഞാൻ പറഞ്ഞു ഓൾറെഡി. വീണ്ടും പെട്രോളായിട്ട് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്നും അവിടെ ആ ഒരു ദിവസം ഒരു മിനിറ്റ് എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ഉള്ളിലുള്ള വേറെ റോല് ഓഫീസിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യം നിങ്ങൾ പെട്രോൾ കൊടുക്കും, ഞങ്ങൾ അവിടുത്തെ കേസ് എടുക്കത്തില്ല. അപ്പൊ നമ്മുടെ കൺട്രിയിലൊക്കെ എവിടെ വെച്ച് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഏത് പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ ഇതാണ് സ്റ്റേഷനിൽ പോയപ്പോഴും സംഭവിച്ചത്. ഈ പെട്രോൾ വെച്ചിട്ടാണ് ഇവർക്ക് ഒരു ദുരനുഭവം ഉണ്ടാവുന്നത്. ഇവർ അമ്മാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടാണ് അവിടുത്തെ സ്റ്റേഷനിലാണ് കേസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ പെട്രോയും അമ്മനും തമ്മിൽ 290 കിലോമീറ്റേഴ്സിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അവരുടെ സ്റ്റേഷൻ പരിധി അല്ലാത്തതിന്റെ പേരിൽ അവർ കേസ് എടുത്തില്ല, ഇവരെ മടക്കി വിട്ടത്. ഇവർ പറയുന്നത് കേൾക്കാൻ പോലും അവർ തയ്യാറായില്ലെന്നാണ് പറയുന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് എംബസിയെ കോൺടാക്ട് ചെയ്യാം, എംബസി വഴി കേസ് കൊടുക്കാം, അതിന് ഒരു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഭാഗത്തുനിന്നും ഒരു തണുത്ത റെസ്പോൺസ് ആണ് ഇവർക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇവർക്കുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ആ ഒരു കേസ് ഫോളോ അപ്പ് ചെയ്യാൻ നിന്നതുമില്ല. മാത്രമല്ല ഇവർക്ക് മുൻപ് ഇതിന് സമാനമായിട്ടുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രോമയും കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ആ കേസ് ഫോളോ അപ്പ് ചെയ്യാതിരുന്നത്. അതിനെപ്പറ്റിയും ജന്ന പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് നിങ്ങൾ കേൾക്കുക. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഈ കേസ് ഞാൻ ഫോളോ അപ്പ് ചെയ്യാത്തതിന്റെ ഒരു റീസണും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ കണക്ക് ആ ഒരു കേസ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ എന്നെ ഇമെയിൽ അയക്കാൻ വേണ്ടി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ എന്റെ ആവശ്യമാണ് അങ്ങോട്ട് കേസ് ഫയൽ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ 1.5 മാസമായിട്ട് ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് റൂം ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. കാരണം എന്റെ ഇവിടെയുള്ള ഒരു 1 year കോൺട്രാക്ട് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അതിന്റെ റെസിപ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ 3000 ദിറംസ് കൊടുത്തിരിക്കുന്നത് 4-ാം തീയതിയാണ്. അതായത് 3-ാം തീയതി ഞാൻ ദുബായിലെത്തി, 4-ാം തീയതി ഞാൻ ഇവിടെ അജ്മാനിൽ ഷാർജയിൽ പോയിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഞാൻ വന്നിടം മുതൽ എന്റെ ഒരു ദിവസം പോലും എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഈ റൂമിന്റെ ആവശ്യം കൂടി നടക്കുകയാണ്. അതൊക്കെ ഇവർ UAE താമസിക്കുന്നത്, ഇന്ത്യയിലല്ല. ഓക്കെ, ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒന്നാണ്. അങ്ങനെയുള്ള കാരണങ്ങൾ കാരണം ഈ ഒരു കേസിന് ഫോളോ ചെയ്യുക, ഈ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ പിന്നാലെ പോകാൻ 1 മിനിറ്റ് പോലും എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതിലോട്ട് പോവാത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പറ്റിയത് പറ്റി, ഇനി നമ്മൾ ശ്രദ്ധിക്കുകയല്ലാണ്ട് വേറെ വഴിയില്ല. പിന്നെ എനിക്ക് നീതി വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവിടെ നിന്ന് കെട്ടിയെടുത്ത് ജോർദാനിലോട്ട് പോകുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷിവറിങ് വരുവാണ്. അത് അനുഭവിച്ചവർക്കേ അത് അറിയത്തുള്ളൂ. ഞാൻ പറയുമ്പോഴത്തേക്ക് സിമ്പിളായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ഏകദേശം 7 വർഷമാണ് ഒരു കേസ് കൊടുത്തിട്ട് ഞാൻ പാഴാക്കി കളഞ്ഞത്. അത് എന്നെ അറിയുന്നവർക്ക് പോലും അധികം ഈ
ഡീറ്റെയിൽസ് അറിയത്തില്ല. ഞാൻ എവിടെയും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യാറില്ല. അതോടൊപ്പം തന്നെ എനിക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് പൈസയും ഈ കേസ് നടത്തുന്നതിന് കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കിട്ടാൻ ഉള്ളതൊരു 10, 30, 40 ലക്ഷത്തോളം രൂപ എനിക്ക് ഇങ്ങോട്ട് കിട്ടാം പൈസയായിട്ട്. നോക്കുവാണെങ്കിൽ പൈസയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10-40 ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അതിന്റെ പുറമെയാണ് ഞാൻ 7-7.5 ലക്ഷത്തോളം രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് മാത്രം തന്നെ ഏകദേശം 7.5 ലക്ഷം രൂപയായി ഞാൻ ആ കേസ് നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് നാട്ടിൽ പോയിട്ട് വന്നിട്ട്. പിന്നെ 3 വർഷത്തോളം ആ കേസ് വിട്ടളഞ്ഞിട്ട് ഇപ്പം അത് മൊത്തത്തിൽ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരു കേസ് ഞാൻ കൊടുത്തിട്ട് ഇന്നും ഞാൻ ഈ സമ്പാദിക്കുന്നത് എന്റെ സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ എന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ സമ്പാദിക്കുന്ന പൈസ എടുത്തിട്ട് ആ കേസിന് വേണ്ടി ഞാൻ ചെലവാക്കി എന്റെ സമയവും എന്റെ പൈസയൊക്കെ കളയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് പ്രതികരിക്കാതിരിക്കുന്നതിലും നമുക്ക് നന്മയുണ്ട്. ആരായിരുന്നാലും അവനവൻ ചെയ്തിട്ടുള്ളതിന്റെ അവനവൻ അനുഭവിക്കാതെ മടങ്ങത്തില്ല. സോ ആ കേസ് ഫോളോ അപ്പ് ചെയ്യാത്തതിന്റെ റീസൺ ആണ് ഈ പറയുന്നത്. പിന്നെ ജോർദാനിൽ പോയിട്ട് ഒരു കേസ് നടത്തുക എന്നൊക്കെ പറയുന്നത് അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്, പൈസ ചെലവുണ്ട്. പിന്നെ അതുകൂടാതെ ഓൾറെഡി നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരു കേസ് നടത്തി പൊട്ടിപ്പാളീസായി പോയ ഒരു ചരിത്രം ഇവർക്കുണ്ട്. സ്വന്തം നാട്ടിൽ കിട്ടാത്ത നീതി മറ്റൊരു നാട്ടിൽ കിട്ടുമെന്ന് ഇവർ വിശ്വസിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. സോ അപ്പോൾ അതാണ് ഈ ഒരു കേസിനകത്ത് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ദ കൺക്ലൂഷൻ ഈസ് എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല. അതാദ്യം മനസ്സിലാക്കുക. സ്ത്രീകൾ ഇന്നും ഇതിനു മുമ്പും ഷംജിതയ്ക്ക് മുമ്പും ഷംജിതയ്ക്ക് ശേഷവും നാട്ടിലും വീട്ടിലും ബസ്സിലും പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലുള്ള സെക്ഷൽ അബ്യൂസുകൾ നേരിടുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇനി അങ്ങോട്ട് നേരിടും. അതുകൊണ്ട് ഒരു പെണ്ണൊരു വീഡിയോ ആയിട്ട് ഒരു വീഡിയോ പ്രൂഫായിട്ട് വരുന്ന സമയത്ത് അതിന്റെ ഒരു മെറിറ്റ് ചെക്ക് ചെയ്യാതെ അവളെ ഇങ്ങനെ വട്ടം കൂടിയിട്ട് ആക്രമിക്കുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. കാണിക്കുന്നത് പോക്രിത്തരമാണെങ്കിൽ പറയണം. ഈ ഷംജിതയെ പോലുള്ളവളുമാര് റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കി അങ്ങോട്ട് പോയി ഒരച്ചിട്ട് വീഡിയോ ആയിട്ട് വരുവാണെങ്കിൽ അതിനെ വിമർശിക്കണം. ഷംജിതയുടെ വീഡിയോയിൽ ക്ലിയർ ആണ് അവൾ അങ്ങോട്ട് പോയി തട്ടിയതാണെന്ന്. പക്ഷെ ഇത് അവസ്ഥ അങ്ങനല്ല. സാഹചര്യം വേറെയാണ്, പ്ലേസ് വേറെയാണ്, ഒറ്റയ്ക്കാണ്. മാത്രമല്ല അവന്റെ ബിഹേവിയറിൽ തന്നെ ഉണ്ട് അവൻ എന്താണ് ആരാണെന്നുള്ളത്. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആദ്യം കണക്കിലെടുക്കാതെ ഈ വീഡിയോയുടെ മെറിറ്റ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ സത്യസന്ധത മനസ്സിലാക്കാതെ സംസാരിക്കുന്ന ആൾക്കാരോട് പുച്ഛം മാത്രം, സീരിയസ്ലി പുച്ഛം മാത്രം. കഴിഞ്ഞ ദിവസം മറ്റേ ശീതളിസം എന്ന് പറയുന്ന യൂട്യൂബർ, ആ പുള്ളിക്കാരത്തി ഈ വീഡിയോ വരുന്നുണ്ടായിരുന്നു. തമ്മിൽ ഇങ്ങനെയാണ്: അടുത്ത കഴുതപ്പുറത്തെ പീഡനം, മാനത്തേക്കാൾ വില ജീവന്, എത്ര കിട്ടിയാലും പഠിക്കാത്തോടുമാർ. ഇവരൊരു സ്ത്രീയല്ലേ? ഇവർക്ക് ഇതെങ്ങനെ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ വീഡിയോക്കകത്തിരുന്ന് കുണയ്ക്കാനൊക്കെ വലിയ രസമാണ്. പക്ഷെ റിയൽ ലൈഫിലോട്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ചേച്ചിയും ഇങ്ങനെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ പ്രതികരിക്കുമെന്ന്. സീരിയസ്ലി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറെ വീഡിയോ ഇടാം. അപ്പൊ ശരി.